പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അക്കരെ ആരംഭിക്കും. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ പ്രവാസികളുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ സ്വപ്നഭൂമിയാണ് ദുബായ് ഉൾപ്പെടെയുള്ള UAE നഗരങ്ങൾ. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും സുരക്ഷിതമായ ഭാവിയും തേടി ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ മണലാരണ്യത്തിലേക്ക് കുടിയേറി. എന്നാൽ പശ്ചിമേഷ്യയിൽ ആളിപ്പടരുന്ന യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഈ സ്വപ്നഭൂമിയുടെ തിളക്കം കെടുത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. ഇറാനുമായി ബന്ധപ്പെട്ടുണ്ടായ കടുത്ത ആഗോള സൈനിക സംഘർഷങ്ങൾ ഗൾഫ് മേഖലയിലേക്ക് കൂടി വ്യാപിച്ചതോടെ UAEയിലെ തൊഴിൽ വിപണി സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. മിസൈൽ, ഡ്രോൺ ആക്രമണ ഭീഷണികൾ UAEയുടെ സാമ്പത്തിക സ്രോതസ്സുകളായ വ്യോമയാന, ടൂറിസം മേഖലകളെ നേരിട്ട് ബാധിച്ചപ്പോൾ അതിന്റെ ആഘാതം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് സാധാരണക്കാരായ പ്രവാസി തൊഴിലാളികളാണ്. ജോലി നഷ്ടപ്പെടലും ശമ്പളം വെട്ടിക്കുറയ്ക്കലും പുതിയ അവസരങ്ങളുടെ അഭാവവും കാരണം അതിജീവനം മാത്രമായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ പ്രവാസ ജീവിതം. യുദ്ധം സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് താഴെത്തട്ടിലുള്ള ജീവനക്കാരെയും ഇടത്തരം പ്രവാസികളെയുമാണ്. കമ്പനികൾ പൂട്ടുകയോ പ്രവർത്തനം ചുരുക്കുകയോ ചെയ്യുമ്പോൾ ജീവനക്കാരെ പിരിച്ചുവിടുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന അവസ്ഥയിലാണ് ഉടമകൾ. ഇന്ത്യയിൽ നിന്നുള്ള മുജീബ് റഹ്മാൻ എന്ന അക്കൗണ്ടന്റിന്റെ അനുഭവം ഇതിനുദാഹരണമാണ്. അദ്ദേഹം ജോലി ചെയ്തിരുന്ന കാറ്ററിംഗ് കമ്പനി കൃത്യമായ ബിസിനസ് ഇല്ലാത്തതിനാലും പണമൊഴുക്ക് നിലച്ചതിനാലും അടച്ചുപൂട്ടേണ്ടി വന്നു. പുതിയൊരു ജോലി തേടി റെസ്യൂമിയുമായി കമ്പനികളുടെ പടവുകൾ കയറുന്ന ആയിരക്കണക്കിന് പ്രവാസികളിൽ ഒരാളാണ് ഇന്ന് മുജീബ്. കമ്പനികളൊന്നും ഇപ്പോൾ പുതിയ ആളുകളെ എടുക്കുന്നില്ലെന്നും എല്ലാവരും എങ്ങനെയും പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ഗാർഹിക ജീവനക്കാരുടെ അവസ്ഥയും വ്യത്യസ്തമൊന്നുമല്ല. ഫിലിപ്പീൻസിൽ നിന്നുള്ള ജോയ് വിവന്ത എന്ന സ്ത്രീ താൻ ജോലി ചെയ്തിരുന്ന വിദേശ കുടുംബം യുദ്ധഭീതിയെ തുടർന്ന് രാജ്യം വിട്ടതോടെയാണ് പ്രതിസന്ധിയിലായത്. കഴിഞ്ഞ 4 മാസമായി പുതിയൊരു വീട്ടുജോലിക്കായി അവർ നടത്തുന്ന അന്വേഷണങ്ങൾ ഇനിയും ഫലം കണ്ടിട്ടില്ല. സ്വന്തം നാട്ടിലെ 4 കുട്ടികളുടെ പട്ടിണി മാറ്റാൻ ദുബായിലെ വരുമാനത്തെ മാത്രം ആശ്രയിക്കുന്ന ഇവർക്ക് നാട്ടിലേക്ക് മടങ്ങുക എന്നതും ചിന്തിക്കാൻ പോലുമാകാത്ത കാര്യമാണ്. ദുബായിലെ സാമ്പത്തിക വ്യവസ്ഥയുടെ 2 പ്രധാന തൂണുകളാണ് വിദേശ സഞ്ചാരികളും വ്യോമയാന മേഖലയും. എന്നാൽ പശ്ചിമേഷ്യൻ ആകാശത്ത് സംഘർഷങ്ങൾ വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയതോടെ അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ വരവിൽ വൻ കുറവുണ്ടായി. ഇത് ടൂറിസത്തെയും അനുബന്ധ റീറ്റെയിൽ വ്യാപാരത്തെയും തകിടം മറിച്ചിരിക്കുകയാണ്. ഫിക്സഡ് ശമ്പളത്തിൽ നിന്ന് കമ്മീഷൻ വ്യവസ്ഥയിലേക്ക് മാറാൻ പല സ്ഥാപനങ്ങളും ജീവനക്കാരെ നിർബന്ധിച്ചിരിക്കുകയാണ്. ബിസിനസ് ഇല്ലാത്തതിനാൽ ദിവസേനയുള്ള വരുമാനം പകുതിയിലധികമായി കുറഞ്ഞിരിക്കുന്നു. UAEയിലെ തൊഴിലുടമകൾക്കിടയിൽ നടത്തിയ പുതിയൊരു സർവേ പ്രകാരം വരും മാസങ്ങളിൽ വലിയ രീതിയിലുള്ള തൊഴിൽ വെട്ടിക്കുറയ്ക്കലുകൾ ഉണ്ടാകുമെന്നാണ് സൂചന നൽകുന്നത്. സർവേയിൽ പങ്കെടുത്ത 400-ലധികം വരുന്ന കമ്പനികളിൽ 4-1 സ്ഥാപനങ്ങളും 2026 3-ാം പാദത്തിൽ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാൻ പദ്ധതിയിടുന്നുണ്ട്. 33% കമ്പനികൾ തൽക്കാലം പുതിയ നിയമനങ്ങൾ പൂർണ്ണമായും മരവിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ജോലിയിലുള്ളവർക്ക് പോലും പകുതി ശമ്പളം മാത്രം നൽകി നിർബന്ധിത അവധിയിൽ വിടുന്ന പ്രവണതയും വ്യാപകമാണ്. സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ബിസിനസ്സുകളെ രക്ഷിക്കാൻ UAE സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ബിസിനസ് മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനായി $680 മില്യൺ മൂല്യം വരുന്ന സാമ്പത്തിക സഹായ പാക്കേജുകളാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ പ്രതിസന്ധി താൽക്കാലികമായ ഒരു പ്രതിഭാസം മാത്രമാണെന്നും രാജ്യം ഉടൻ തന്നെ പഴയ സാമ്പത്തിക കരുത്തിലേക്ക് തിരിച്ചു വരുമെന്നും അധികൃതർ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. എന്നാൽ വലിയ കോർപ്പറേറ്റുകൾക്കും നിക്ഷേപകർക്കും ഈ പാക്കേജുകൾ ആശ്വാസമാകുമ്പോഴും നിത്യവൃത്തിക്കായി കഷ്ടപ്പെടുന്ന സാധാരണ പ്രവാസി തൊഴിലാളികൾക്ക് ഇതിന്റെ ഗുണഫലങ്ങൾ നേരിട്ട് ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. യുദ്ധഭീതി മാറി സാധാരണ നില കൈവരുന്നതുവരെ തങ്ങളുടെ നിലനിൽപ്പ് എങ്ങനെ സാധ്യമാക്കുമെന്ന ആശങ്കയിലാണ് ഭൂരിഭാഗം പ്രവാസികളും. ഗൾഫിലെ തൊഴിൽ പ്രതിസന്ധി വെറുമൊരു പ്രാദേശിക പ്രശ്നമല്ല, മറിച്ച് അത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ ഗ്രാമങ്ങളെയും കുടുംബങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തെ ആശ്രയിച്ചാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ജീവിക്കുന്നത്. ദുബായിൽ ഹോട്ടൽ ഹൗസ് കീപ്പിംഗിൽ ജോലി ചെയ്തിരുന്ന വെങ്കിട്ടിനെ പോലെയുള്ള അനേകം ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നിട്ടുണ്ട്. കുട്ടികളുടെ സ്കൂൾ ഫീസും പ്രായമായ മാതാപിതാക്കളുടെ ചികിത്സാ ചെലവുകളും എങ്ങനെ മാനേജ് ചെയ്യുമെന്നറിയാതെ ഇവർ വലയുകയാണ്. വീണ്ടും ദുബായിലേക്ക് മടങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ തങ്ങളുടെ മക്കളുടെ ഭാവി തന്നെ ഇരട്ടിലാകുമെന്ന ഭീതിയിലാണ് ഈ പ്രവാസി കുടുംബങ്ങൾ. സ്വപ്നങ്ങളുടെ നഗരമായിരുന്ന ദുബായ് ഇന്ന് കഠിനമായ അതിജീവനത്തിന്റെ പരീക്ഷണശാലയായി മാറിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ അസ്ഥിരതകളും യുദ്ധങ്ങളും എത്രത്തോളം ആഴത്തിലാണ് സാധാരണ മനുഷ്യ ജീവിതങ്ങളെ ബാധിക്കുന്നത് എന്നതിന്റെ നേർക്കാഴ്ചയാണിത്.
സർക്കാരിന്റെ സാമ്പത്തിക ഇടപെടലുകളും പ്രതിരോധ സംവിധാനങ്ങളും പ്രവാസികൾക്ക് ഒരളവ് വരെ സുരക്ഷിതത്വം നൽകുന്നുണ്ടെങ്കിലും സാമ്പത്തിക അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. എങ്കിലും പ്രതിസന്ധികളെ ധീരമായി നേരിട്ട് ശീലിച്ച പ്രവാസി സമൂഹം ഈ കരിനിഴലിലും മാറി പുതിയൊരു പുലരി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. നയതന്ത്ര ചർച്ചകളിലൂടെ മേഖലയിൽ സമാധാനം തിരിച്ചു വരികയും വ്യവസായശാലകൾ സജീവമാകുകയും ചെയ്താൽ മാത്രമേ പ്രവാസ ലോകത്തിന് തങ്ങളുടെ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കൂ. ഡിജിറ്റൽ യുഗത്തിൽ ഒരു സ്മാർട്ട് ഫോണും ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ ആർക്കും എവിടെയിരുന്നും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഉള്ളടക്കങ്ങൾ നിർമ്മിക്കാനും സാധിക്കും. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് യുഎഇയിലും ഒമാനിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും. ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ടോ ലൈക്കുകൾക്കും വ്യൂസുകൾക്കും വേണ്ടിയുള്ള ഓട്ടത്തിനിടയിലോ ചെയ്യുന്ന കൊച്ചു തെറ്റുകൾ പോലും ലക്ഷങ്ങളുടെ പിഴയിലേക്കും ജയിൽ ശിക്ഷയിലേക്കും അതിലുപരി പ്രവാസ ജീവിതം തന്നെ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്കും നയിച്ചേക്കാം. അടുത്തിടെ യുഎഇയിൽ ഒരു റെസ്റ്റോറന്റ് ഉടമയെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ച ഇൻഫ്ലുവൻസർക്ക് കോടതി വൻതുക പിഴ ചുമത്തിയതും ഒമാനിൽ ഖരീഫ് സീസണിനോടനുബന്ധിച്ച് ടൂറിസം മന്ത്രാലയം ഇൻഫ്ലുവൻസർമാർക്ക് നൽകിയ കടുത്ത മുന്നറിയിപ്പും ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണങ്ങളാണ്. ഈ പശ്ചാത്തലത്തിൽ ഗൾഫ് നാടുകളിലെ കടുത്ത സൈബർ നിയമങ്ങളെക്കുറിച്ചും സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചും ഓരോ പ്രവാസിയും അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും കുറിച്ച് അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ ആ അഭിപ്രായ പ്രകടനം എപ്പോൾ വ്യക്തിഹത്യയോ അപകീർത്തിയോ ആയി മാറുന്നു എന്നതിനെക്കുറിച്ച് പലർക്കും വ്യക്തതയില്ല. യുഎഇയിൽ അടുത്തിടെയുണ്ടായ ഒരു സംഭവം ഇതിലേക്ക് വെളിച്ചം വീശുന്നതാണ്. ഒരു പ്രമുഖ റെസ്റ്റോറന്റിലെത്തി അവിടുത്തെ ഭക്ഷണത്തെയോ സർവീസിനെയോ വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്നതിന് പകരം റെസ്റ്റോറന്റ് ഉടമയുടെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യുകയും വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വീഡിയോ പങ്കുവെക്കുകയുണ്ടായി. തന്റെ ഭാഗം ന്യായീകരിക്കാൻ അത് വെറുമൊരു വിമർശനം മാത്രമാണെന്ന് ഇൻഫ്ലുവൻസർ വാദിച്ചെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരും കോടതിയും അത് അംഗീകരിച്ചില്ല. കച്ചവട സ്ഥാപനത്തിന്റെ അന്തസ്സിനും ഉടമയുടെ വ്യക്തിത്വത്തിനും കോട്ടം വരുത്തിയതിന് ആകെ 81,000 ദിർഹംസാണ് കോടതി ശിക്ഷയായി വിധിച്ചത്. ഇതിൽ 30,000 ദിർഹം ക്രിമിനൽ പിഴയായും 51,000 ദിർഹം താൽക്കാലിക സിവിൽ നഷ്ടപരിഹാരമായുമാണ് ഈടാക്കിയത്. കൂടാതെ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടുകെട്ടാനും വീഡിയോ പൂർണ്ണമായി ഡിലീറ്റ് ചെയ്യാനും കോടതി ഉത്തരവിട്ടു. ഡിജിറ്റൽ സ്പേസിലെ അനാവശ്യമായ വാക്കുകൾ എത്രത്തോളം വലിയ സാമ്പത്തികവും നിയമപരവുമായ ബാധ്യതകൾ വരുത്തിവെക്കുമെന്ന് ഈ കേസ് വ്യക്തമാക്കുന്നു. യുഎഇയിലെ സൈബർ നിയമങ്ങൾ വ്യാജ വാർത്തകൾ തടയുന്നതിനും ഡിജിറ്റൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും അതീവ കർശനമായ വ്യവസ്ഥകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പീനൽ കോഡിലെ ആർട്ടിക്കിൾ 425, 426 എന്നിവ പ്രകാരം പൊതുമധ്യത്തിലോ ഡിജിറ്റൽ മാധ്യമങ്ങൾ വഴിയോ ഒരാളെ പരിഹസിക്കുന്നതും വ്യക്തിഹത്യ നടത്തുന്നതും കടുത്ത ക്രിമിനൽ കുറ്റമാണ്. സോഷ്യൽ മീഡിയ വഴി ഒരു വ്യക്തിയെ അപമാനിച്ചാൽ കുറഞ്ഞത് 2.5 ലക്ഷം മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴ ഈടാക്കാവുന്നതാണ്. പലരും വിചാരിക്കുന്നത് ഒരു മോശം കമന്റ് ഇട്ട ശേഷം അത് ഡിലീറ്റ് ചെയ്താൽ രക്ഷപ്പെടാമെന്നാണ്. എന്നാൽ കമന്റ് ഡിലീറ്റ് ചെയ്താലും അതിന്റെ സ്ക്രീൻഷോട്ടോ മറ്റ് ഡിജിറ്റൽ തെളിവുകളോ ഉണ്ടെങ്കിൽ ശിക്ഷയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. ഇതിനെല്ലാം പുറമെ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വിദേശികളെ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ ശേഷം രാജ്യത്ത് നിന്ന് നിർബന്ധപൂർവം നാടുകടത്താനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. അതുപോലെ തന്നെ തെറ്റായ വിവരങ്ങളും വ്യാജ വാർത്തകളും രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന ദൃശ്യങ്ങളും പ്രചരിപ്പിക്കുന്നത് വലിയ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. സാധാരണ സാഹചര്യങ്ങളിൽ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചാൽ 1 വർഷം വരെ തടവും 1 ലക്ഷം ദിർഹം പിഴയും ലഭിക്കുമ്പോൾ അത് ഏതെങ്കിലും അടിയന്തര ഘട്ടത്തിലോ പാൻഡമിക് സമയത്തോ ആണെങ്കിൽ ശിക്ഷ 2 വർഷം തടവും കുറഞ്ഞത് 2 ലക്ഷം ദിർഹവുമായി വർദ്ധിക്കുകയും ചെയ്യും പിഴ. യുഎഇയിലെ പോലെ തന്നെ ഒമാനിലും ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾക്കും പരസ്യങ്ങൾക്കും കനത്ത നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. പ്രകൃതി ഭംഗി തുളുമ്പുന്ന ദോഫാർ ഗവർണറേറ്റിലേക്ക് ഖരീഫ് സീസൺ ആസ്വദിക്കാനെത്തുന്ന ലക്ഷക്കണക്കിന് സന്ദർശകരെ ലക്ഷ്യമിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളാണ് നടക്കാറുള്ളത്. എന്നാൽ ഇത്തവണ ഒമാൻ പൈതൃക ടൂറിസം മന്ത്രാലയം ഇൻഫ്ലുവൻസർമാർക്കും പരസ്യദാതാക്കൾക്കും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലെ പ്രശസ്തമായ പല ഇൻഫ്ലുവൻസർമാരും ഒമാൻ ടൂറിസം വകുപ്പിന്റെ കൃത്യമായ ലൈസൻസ് ഇല്ലാത്ത ഹോട്ടലുകളെയും ഹോം സ്റ്റേകളെയും അനധികൃത കെട്ടിടങ്ങളെയും വൻതോതിൽ പ്രൊമോട്ട് ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായി മന്ത്രാലയം കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം അനധികൃതമായ താമസ സൗകര്യങ്ങളുടെ പരസ്യങ്ങൾ നൽകുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഒമാൻ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മിനിസ്റ്റീരിയൽ റെസൊല്യൂഷൻ അനുസരിച്ച് മുൻകൂട്ടി അനുമതിയില്ലാത്ത പദ്ധതികളോ ലൈസൻസ് ഇല്ലാത്ത സേവനങ്ങളോ സോഷ്യൽ മീഡിയ വഴി മാർക്കറ്റ് ചെയ്യുന്നത് പൂർണ്ണമായും നിയമവിരുദ്ധമാണ്. ഈ നിയമങ്ങളെല്ലാം കേവലം നിയന്ത്രണങ്ങൾ മാത്രമല്ല, മറിച്ച് രാജ്യത്തെത്തുന്ന വിനോദസഞ്ചാരികളുടെയും ഉപഭോക്താക്കളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ളതാണ്.
കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളോ ഇൻഷുറൻസ് പരിരക്ഷയോ ഇല്ലാത്ത ലോഡ്ജുകളിലും ഹോം സ്റ്റേകളിലും ആളുകൾ താമസിക്കുമ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ അതിനുത്തരവാദികൾ ആരുമില്ലാത്ത അവസ്ഥ വരികയാണ്. കൂടാതെ വ്യാജ പരസ്യങ്ങളിൽ വീണ് വലിയ തുകകൾ നഷ്ടപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. ഉപഭോക്താക്കൾ എന്ന നിലയിൽ തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനും ഗുണമേന്മയുള്ള സേവനങ്ങൾ ന്യായമായ വിലയിൽ ലഭിക്കാനും ഒമാൻ ടൂറിസം വകുപ്പിന്റെ അംഗീകാരമുള്ള ഔദ്യോഗിക ഏജൻസികൾ വഴി മാത്രം ബുക്കിംഗ് നടപടികൾ പൂർത്തിയാക്കാൻ യാത്രക്കാരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡിജിറ്റൽ ലോകത്തെ സ്വാധീനം വലിയൊരു ഉത്തരവാദിത്തമാണെന്നും പണത്തിനു വേണ്ടി എന്ത് പരസ്യവും ചെയ്യാമെന്ന ചിന്ത ഇൻഫ്ലുവൻസർമാർ മാറ്റണമെന്നും ഇത്തരം കടുത്ത നിയമങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ അതിവേഗത്തിലുള്ള സാങ്കേതിക വികസനത്തിനൊപ്പം തന്നെ അവിടുത്തെ നിയമ സംവിധാനങ്ങളും ഡിജിറ്റൽ കുറ്റകൃത്യങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസർമാരായാലും സാധാരണക്കാരായാലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവരുടെ അവകാശങ്ങളെയും രാജ്യത്തെ നിയമങ്ങളെയും ബഹുമാനിക്കാൻ ബാധ്യസ്ഥരാണ്. ഒരു ലൈക്കിനോ ഷെയറിനോ വേണ്ടി ചെയ്യുന്ന ചെറിയൊരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലെ കഠിനാധ്വാനം മുഴുവൻ ഇല്ലാതാക്കാൻ പോകുന്നതാണെന്ന തിരിച്ചറിവ് എപ്പോഴും ഉണ്ടാകണം. വിനോദത്തിനും ആശയവിനിമയത്തിനുമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ തന്നെ ഉത്തരവാദിത്തമുള്ള ഡിജിറ്റൽ പൗരന്മാരായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നിയമങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുക, സുരക്ഷിതമായി സോഷ്യൽ മീഡിയ ആസ്വദിക്കുക എന്നതാണ് പ്രവാസ ലോകത്ത് സമാധാനത്തോടെ ജീവിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ 1971 ജൂലൈ 18 എന്നത് കേവലം ഒരു തീയതിയല്ല, മറിച്ച് ആധുനിക ലോകക്രമത്തിൽ ഏറ്റവും തിളക്കമുള്ളതും ശക്തവുമായ ഒരു രാഷ്ട്രത്തിന്റെ ജനനത്തിന് സാക്ഷ്യം വഹിച്ച സുപ്രധാന ദിനമാണ്. അന്നത്തെ UAE എമിറേറ്റുകളുടെ ഭരണാധികാരികൾ ഒത്തുചേർന്ന് ചരിത്ര പ്രസിദ്ധമായ യൂണിയൻ പ്രഖ്യാപനത്തിലും UAE ഭരണഘടനയിലും ഒപ്പുവെച്ചത് വെറും ഒരു ഔദ്യോഗിക ഉടമ്പടിക്ക് വേണ്ടിയായിരുന്നില്ല. അത് പരസ്പരം വിഘടിച്ചു നിന്നിരുന്ന 7 എമിറേറ്റുകളെ കോർത്തിണക്കി ഒരു വലിയ സ്വപ്നത്തിന് അടിത്തറ പാകുകയായിരുന്നു. ഇന്ന് രൂപീകരണത്തിന്റെ 55ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും മികച്ചതും മാതൃകാപരവുമായ രാജ്യങ്ങളിലൊന്നായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തല ഉയർത്തി നിൽക്കുന്നു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന്റെ പ്രത്യേക അംഗീകാരത്തോടെ രാജ്യം ആചരിക്കുന്ന യൂണിയൻ പ്ലഡ്ജ് ഡേ അഥവാ യൂണിയൻ പ്രതിജ്ഞാ ദിനം രാഷ്ട്രപിതാവ് ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹിയാന്റെയും മറ്റ് ഭരണാധികാരികളുടെയും ദീർഘവീക്ഷണത്തെയും അചഞ്ചലമായ ഇച്ഛാശക്തിയെയും ഓർമ്മപ്പെടുത്തുന്നു. പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളിലും രാഷ്ട്രീയ അസ്ഥിരതകളിലും ഉഴറുമ്പോഴാണ് UAE എന്ന നവജാത ഫെഡറേഷൻ ലോകത്തിന് മുന്നിൽ ഒരു ഐക്യത്തിന്റെ സന്ദേശം നൽകിയത്. പരേതനായ ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹിയാന്റെ സമഗ്ര വികസന കാഴ്ചപ്പാടുകളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടു തുടങ്ങിയ ഈ യാത്ര പിന്നീട് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാന്റെ ഭരണത്തിന് കീഴിൽ കൂടുതൽ കരുത്താർജിച്ചു. ഇന്ന് നിലവിലെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന്റെ സുശക്തമായ നേതൃത്വത്തിൽ രാജ്യം ആഗോളതലത്തിൽ ഏറ്റവും സ്വാധീനമുള്ള രാജ്യങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. രാജ്യത്തിന്റെ ഐക്യം കാത്തുസൂക്ഷിക്കാനും പുതിയ തലമുറയിലേക്ക് ദേശീയ ബോധവും കൂറും പകർന്നു നൽകാനുമാണ് 55ാം വാർഷിക വേളയിൽ യൂണിയൻ പ്രതിജ്ഞാദിനം ആചരിക്കുന്നത്. കേവലം ഒരു രാജ്യത്തിന്റെ മാത്രമല്ല, ആഗോള സാമ്പത്തിക ഭൗമ രാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ പോന്ന ഒരു ഭരണകൂടത്തിന്റെ വിജയഗാഥയാണിത്. ഒരു രാജ്യത്തിന്റെ കരുത്തളക്കപ്പെടുന്നത് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള അതിന്റെ സാമ്പത്തിക ഭദ്രതയിലാണ്. ഈ അടുത്ത് പുറത്തു വന്ന 2026 വേൾഡ് കോമ്പറ്റിറ്റീവ്നെസ് റിപ്പോർട്ട് അഥവാ ആഗോള മത്സരക്ഷമതാ റിപ്പോർട്ട് UAEയുടെ സാമ്പത്തിക കുതിപ്പിന്റെ നേർചിത്രമാണ് നൽകുന്നത്. ആഗോളതലത്തിൽ ലോകത്തെ 5ാമത്തെ ഏറ്റവും മികച്ച രാജ്യമായി UAE തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് മാത്രമല്ല, തുടർച്ചയായി 10ാം വർഷവും പ്രാദേശിക തലത്തിൽ 1ാം സ്ഥാനത്ത് തുടരുകയും ചെയ്യുന്നുണ്ട്. സാമ്പത്തിക പ്രകടനത്തിന്റെ കാര്യത്തിൽ ലോകത്ത് 1ാം സ്ഥാനത്തുള്ള UAE വിവിധ മേഖലകളിലുള്ള 21 സുപ്രധാന ആഗോള സൂചികകളിൽ 1ാമതും 67 സൂചികകളിൽ ആദ്യ 5ലും ഇടം പിടിച്ചിട്ടുണ്ട്. തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ എണ്ണ വരുമാനത്തിൽ നിന്ന് മാത്രം സ്വതന്ത്രമാക്കി വൈവിധ്യവൽക്കരിക്കാൻ സാധിച്ചു എന്നതാണ് ഈ മുന്നേറ്റത്തിന്റെ പ്രധാന കാരണം. കണക്കുകൾ പ്രകാരം 2025 UAEയുടെ എണ്ണ ഇതര വിദേശ വ്യാപാരം 3.8 ട്രില്യൺ ദിർഹം എന്ന സർവ്വകാല റെക്കോർഡ് ഭേദിച്ചു. മുൻവർഷത്തെ അപേക്ഷിച്ച് 27% വളർച്ചയാണിത്. എണ്ണ ഇതര കയറ്റുമതിയിൽ 45.5% വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 813 ബില്യൺ ദിർഹം കടന്നത് രാജ്യത്തിന്റെ ഉൽപാദന വ്യവസായ മേഖലകളുടെ കരുത്താണ് തെളിയിക്കുന്നത്. ഭാവിയിലെ ലോകം ആരുടേതായിരിക്കും എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ UAEയുടെ ഇന്നത്തെ സാങ്കേതിക മുന്നേറ്റങ്ങൾക്ക് സാധിക്കും. വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തിൽ രാജ്യം ഇന്ന് ലോകത്തെ വൻകിട ശക്തികളോട് കിടപിടിക്കുന്ന നിലയിലാണ്. ബഹിരാകാശ പര്യവേഷണ രംഗത്ത് തങ്ങളുടേതായ വ്യക്തമായ മുദ്ര പതിപ്പിച്ച UAE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള ആധുനിക ശാസ്ത്ര ശാഖകളിൽ വലിയ നിക്ഷേപമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടുന്നതിനായി വലിയൊരു ശതമാനം ഊർജ്ജോൽപാദനവും ഹരിത ഊർജ്ജ പദ്ധതികളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സുസ്ഥിര സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള ഈ മാറ്റം രാജ്യത്തിന്റെ പാരിസ്ഥിതിക ബോധത്തെയും ഭാവി തലമുറയോടുള്ള പ്രതിബദ്ധതയെയും എടുത്തു കാണിക്കുന്നു.
സാമ്പത്തികവും സാങ്കേതികവുമായ കുതിപ്പുകൾക്കിടയിലും UAE ലോകത്തിന് മുന്നിൽ ഒരു മാതൃകയാകുന്നത് അവരുടെ മാനുഷിക മൂല്യങ്ങളിലൂടെയാണ്. ലോകത്തിന്റെ ഏത് കോണിൽ പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധികളോ ഉണ്ടായാലും ആദ്യമെത്തുന്ന സഹായ ഹസ്തങ്ങളിലൊന്ന് UAEയുടേതാണ്. 2026-ലും ഈ കാരുണ്യത്തിന്റെ പാത കൂടുതൽ ശക്തമായി അവർ പിന്തുടരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിൽ ഒരു പ്രധാന നയതന്ത്ര ശക്തിയായി രാജ്യം ഉയർന്നു വന്നിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തെ ബഹുമാനിച്ചുകൊണ്ട് സമാധാനപരമായ ചർച്ചകളിലൂടെ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനാണ് UAE എക്കാലവും മുൻഗണന നൽകുന്നത്. ദുർബലരായ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനായുള്ള വിപുലമായ അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങൾ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരു മരുഭൂമിയിൽ നിന്നും പടുത്തുയർത്തിയ ഈ മഹാസാമ്രാജ്യം 55-ാം വാർഷികത്തിൽ എത്തി നിൽക്കുമ്പോൾ ലോകത്തിന് നൽകുന്നത് വലിയൊരു സന്ദേശമാണ്. ദീർഘവീക്ഷണമുള്ള ഭരണ നേതൃത്വവും ലക്ഷ്യബോധമുള്ള ജനതയും ഒന്നിച്ചു നിന്നാൽ അസാധ്യമായി ഒന്നുമില്ലെന്ന സത്യം. വരും ദശാബ്ദങ്ങളിലും ഈ ഐക്യത്തിന്റെ കരുത്തിൽ കൂടുതൽ വലിയ കൊടുമുടികൾ കീഴടക്കാൻ UAEക്ക് സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഓരോ പുതിയ കാൽവെപ്പിലും സ്വന്തം പാരമ്പര്യത്തെ നെഞ്ചോട് ചേർക്കുന്ന ഈ രാജ്യം നവലോകക്രമത്തിൽ വികസനത്തിന്റെയും സ്ഥിരതയുടെയും അടയാളമായി എന്നും അങ്ങനെ നിലനിൽക്കും. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ വേനൽക്കാലം എന്നത് മനുഷ്യരെയും മൃഗങ്ങളെയും സംബന്ധിച്ചിടത്തോളം കടുത്ത പരീക്ഷണങ്ങളുടെ കാലമാണ്. പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത വിധം സൂര്യൻ തീപ്പൊരി ചിതറുന്ന ഈ മാസങ്ങളിൽ മരുഭൂമികൾ കൂടുതൽ വരണ്ടതും അസഹനീയവുമാകുന്നു. എന്നാൽ മനുഷ്യർ തണുപ്പ് തേടി ശീതീകരിച്ച മുറികളിലേക്ക് ചുരുങ്ങുമ്പോൾ അറേബ്യൻ മണ്ണിലെ പനങ്കാടുകളിൽ പ്രകൃതിയുടെ മറ്റൊരു വലിയ ആഘോഷം തുടങ്ങുകയായി. ഈ കടുത്ത ചൂടാണ് അറേബ്യൻ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമായ ഈന്തപ്പഴങ്ങൾക്ക് ജീവൻ നൽകുന്നത്. മരുഭൂമിയിലെ ചൂടുകാറ്റും കടുത്ത സൂര്യപ്രകാശവും ഈന്തപ്പഴങ്ങളെ അതിവേഗം പഴുക്കാൻ സഹായിക്കുന്ന പ്രകൃതിദത്തമായ ഒരു ചൂളയായി പ്രവർത്തിക്കുന്നു. പ്രാദേശിക കർഷകർ ഈ കൊടും ചൂടിന്റെ കാലത്തെ തബാക് അൽ തമർ അഥവാ ഈന്തപ്പഴം പാകമാകുന്ന സമയം എന്നാണ് സ്നേഹത്തോടെ വിളിക്കുന്നത്. മനുഷ്യനെ ചുട്ടുപൊള്ളിക്കുന്ന അതേ സൂര്യൻ തന്നെയാണ് അറേബ്യയുടെ ജീവവായുവായ ഈന്തപ്പഴങ്ങൾക്ക് അതിന്റെ പൂർണ്ണമായ രുചിയും ഗുണവും പകർന്നു നൽകുന്നത് എന്നത് പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ ഒരു വിരോധാഭാസമാണ്. നൂറ്റാണ്ടുകളായി മരുഭൂമിയിലെ നാടോടികളായ ബതുക്കൾ തങ്ങളുടെ വാർഷിക ഭക്ഷ്യശേഖരത്തിനായി കാത്തിരിക്കുന്നതും ഈ ചൂടുള്ള ദിനങ്ങൾക്ക് വേണ്ടിയാണ്. ആധുനിക സൗകര്യങ്ങളോ ശീതീകരണ സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന പണ്ടുകാലത്ത് ഒരു വർഷം മുഴുവൻ ജീവൻ നിലനിർത്താനുള്ള പോഷകങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നത് ഈ വേനൽക്കാല വിളവെടുപ്പിൽ നിന്നായിരുന്നു. തലമുറകളായി കൈമാറിക്കിട്ടിയ കാർഷിക അറിവുകളാണ് അറേബ്യൻ കർഷകരുടെ ഏറ്റവും വലിയ സമ്പത്ത്. മുൻ തലമുറകളിൽ നിന്ന് പകർന്നു കിട്ടിയ അറിവുകൾ വെച്ച് ഏതൊരു ഈന്തപ്പഴവും കണ്ടാൽ അതിന്റെ പേരും ഇനവും അത് വിളവെടുത്ത സമയവും കൃത്യമായി പറയാൻ അവർക്ക് സാധിക്കും. ഓരോ ഇനം പനകളും എപ്പോൾ വിളവ് നൽകുമെന്നും ഓരോ കാലാവസ്ഥാ മാറ്റങ്ങളും വിളവിനെ എങ്ങനെ ബാധിക്കുമെന്നും ഈ കർഷകർക്ക് ഹൃദിസ്ഥമാണ്. കേവലം ഒരു കൃഷി എന്നതിനേക്കാൾ അവരുടെ ജീവിതത്തിന്റെ താളവുമായി ഈന്തപ്പഴ വിളവെടുപ്പ് ഇഴചേർന്ന് കിടക്കുകയാണ്. കടുത്ത വേനലിൽ ഈന്തപ്പഴങ്ങൾ പഴുത്തു പാകമാകുന്നത് വളരെ കൃത്യമായ ചില ഘട്ടങ്ങളിലൂടെയാണ്. ശാസ്ത്രീയമായി ഈ പ്രക്രിയയെ 4 പ്രധാന ഘട്ടങ്ങളായി തിരിക്കാം. ആദ്യത്തേത് കിംരി എന്നറിയപ്പെടുന്ന ഘട്ടമാണ്. ഈ സമയത്ത് ഈന്തപ്പഴങ്ങൾ പച്ച നിറത്തിലുള്ള കടുത്ത കായകളായിരിക്കും. കയ്പുള്ള ഈ അവസ്ഥയിൽ നിന്ന് സൂര്യന്റെ ചൂടേറ്റ് അവ പതുക്കെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. രണ്ടാമത്തെ ഘട്ടമായ ഖലാൽ എത്തുമ്പോഴേക്കും ഈന്തപ്പഴങ്ങൾക്ക് മഞ്ഞയോ അല്ലെങ്കിൽ ചുവപ്പോ നിറം കൈവരും. പനങ്കാടുകൾ വർണ്ണാഭമാകുന്ന കാഴ്ച ഈ സമയത്താണ് കാണാൻ സാധിക്കുക. പിന്നീട് കടുത്ത ചൂട് കാറ്റേറ്റ് ഇവ റുത്തബ് എന്ന അവസ്ഥയിലേക്ക് മാറുന്നു. പച്ച നിറത്തിലുള്ള കടുത്ത കായകൾ മധുരം നിറഞ്ഞ് മൃദുവായ പരുവത്തിലേക്ക് മാറുന്നത് ഈ ദിനങ്ങളിലാണ്. ഏറ്റവും സ്വാദിഷ്ടമായ അവസ്ഥകളിൽ ഒന്നാണിത്. അവസാനമായി പൂർണ്ണമായും പഴുത്ത് ഉണങ്ങി വിളവെടുപ്പിന് തയ്യാറാകുന്ന അവസ്ഥയെ തമർ എന്ന് വിളിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ മെയ് പകുതിയോടെ ആരംഭിക്കുന്ന ഈ വിളവെടുപ്പ് പ്രക്രിയ ഒക്ടോബർ വരെ നീളുമെങ്കിലും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ കടുത്ത വേനലിലാണ് ഇതിന്റെ പൂർണ്ണതയിലെത്തുന്നത്. പ്രാദേശികമായ ആവശ്യങ്ങൾക്കപ്പുറം ഇന്ന് ഈന്തപ്പഴ കൃഷി വലിയൊരു ആഗോള വിപണിയായി മാറിക്കഴിഞ്ഞു. ഈ വിളവെടുപ്പ് കാലം സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഒരു ഉത്സവകാലം കൂടിയാണ്. പ്രതിവർഷം 1.6 ദശലക്ഷം ടണ്ണിലധികം ഈന്തപ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന സൗദി അറേബ്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഈന്തപ്പഴ ഉൽപ്പാദകരിൽ മുൻപന്തിയിലാണ്. ഒമാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ ചില പ്രദേശങ്ങളിൽ നേരത്തെ പഴുക്കുന്ന ഇനങ്ങൾ ജൂൺ മാസത്തിൽ തന്നെ വിളവെടുപ്പിന് പാകമാകാറുണ്ട്. കലാസ്, അജുവ, ബർഹി തുടങ്ങിയ 100 കണക്കിന് വ്യത്യസ്ത ഇനങ്ങളാണ് ഇവിടുത്തെ തോട്ടങ്ങളിൽ വിളയുന്നത്. ഓരോ ഇനത്തിനും അതിൻ്റെതായ പ്രത്യേക സമയവും കാലാവസ്ഥയുമാണ് ആവശ്യം. ആധുനിക സാങ്കേതിക വിദ്യയുടെ കടന്നുവരവ് കാർഷിക രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പ്രകൃതിയുടെ സ്വാഭാവികമായ ചൂടിനെ ആശ്രയിച്ചുള്ള പാരമ്പര്യ രീതികൾക്ക് തന്നെയാണ് ഇന്നും ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള ഈന്തപ്പഴങ്ങൾ നൽകാൻ കഴിയുന്നത്. കടുത്ത ചൂട് ഒരു ശാപമായി കാണുന്നവർക്ക് മുന്നിൽ പ്രകൃതി നൽകുന്ന അതിമനോഹരമായ ഒരു പാഠമാണ് ഈന്തപ്പഴങ്ങളുടെ വിളവെടുപ്പ് കാലം.
അതികഠിനമായ സാഹചര്യങ്ങളിലും ജീവന്റെ തുടുപ്പുകൾ നിലനിർത്താനും ലോകത്തിന് ഏറ്റവും മധുരമുള്ള ഫലങ്ങൾ സമ്മാനിക്കാനും മരുഭൂമിക്ക് കഴിയുന്നു എന്നത് ഒരു വിസ്മയം തന്നെയാണ്. തബാക് അൽ തമർ എന്ന ഈ കാലഘട്ടം കേവലം ഒരു കാർഷിക സീസൺ മാത്രമല്ല, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആത്മബന്ധത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കടുത്ത പ്രതിസന്ധികൾക്കിടയിലും പ്രകൃതി മനുഷ്യന് നൽകുന്ന വലിയൊരു സമ്മാനമായി ഈ വിളവെടുപ്പ് കാലം കാലാകാലങ്ങളായി നിലകൊള്ളുകയാണ്. ഓരോ ഈന്തപ്പഴത്തിലും ഒളിഞ്ഞിരിക്കുന്നത് മരുഭൂമിയിലെ ചൂട് കാറ്റിന്റെയും പാരമ്പര്യ കർഷകരുടെ വിയർപ്പിന്റെയും ഒരിക്കലും മരിക്കാത്ത അറേബ്യൻ അതിജീവനത്തിന്റെയും കഥകൾ കൂടിയാണ്. ഗൾഫിലെ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലം ആരംഭിക്കുമ്പോൾ പ്രവാസികളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് നാട്ടിലേക്കുള്ള യാത്രകളെക്കുറിച്ചോ അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പമുള്ള അവധിക്കാല വിനോദ യാത്രകളെക്കുറിച്ചോ ആയിരിക്കാം. വിമാന ടിക്കറ്റുകൾക്കും ഹോട്ടൽ ബുക്കിങ്ങുകൾക്കുമായി ഇന്റർനെറ്റിൽ തിരച്ചിൽ നടത്തുന്ന ഈ സമയമാണ് അദൃശ്യരായ ഒരു കൂട്ടം കുറ്റവാളികൾ തങ്ങളുടെ വേട്ടയ്ക്കായി തിരഞ്ഞെടുക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ വികാസത്തിനൊപ്പം ഡിജിറ്റൽ ഇടപാടുകൾ നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയപ്പോൾ അതിലെ പഴുതുകൾ മുതലെടുക്കാൻ സൈബർ തട്ടിപ്പുകാരും പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ്. ലളിതമായ SMS-കളിൽ തുടങ്ങി നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയുള്ള അത്യാധുനിക ആൾമാറാട്ടങ്ങളിൽ വരെ എത്തി നിൽക്കുന്ന ഈ സൈബർ കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തി നാം ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അവധിക്കാലം എന്നത് മനുഷ്യർ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കാൻ തയ്യാറാകുന്ന സമയമാണ്. വലിയ വിലക്കുറവിൽ വിമാന ടിക്കറ്റുകളും ആകർഷകമായ ടൂറിസം പാക്കേജുകളും ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന ചിന്തയാണ് പലപ്പോഴും ഉപഭോക്താക്കളെ അപകടത്തിലേക്ക് നയിക്കുന്നത്. പ്രവാസികളുടെ ഈ മാനസികാവസ്ഥയാണ് സൈബർ മാഫിയ കൃത്യമായി ചൂഷണം ചെയ്യുന്നത്. പ്രശസ്തമായ എയർലൈനുകളുടെയോ ട്രാവൽ ഏജൻസികളുടെയോ പേരുകളിൽ വരുന്ന ഓഫർ സന്ദേശങ്ങൾ കാണുമ്പോൾ അതിന്റെ നിജസ്ഥിതി പരിശോധിക്കാൻ പോലും നിൽക്കാതെ പലരും ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. യഥാർത്ഥ വെബ്സൈറ്റുകളെ വെല്ലുന്ന രീതിയിലുള്ള വ്യാജ വെബ്സൈറ്റുകളിലേക്കായിരിക്കും ഈ ലിങ്കുകൾ നിങ്ങളെ നയിക്കുന്നത്. അവിടെ നിങ്ങളുടെ ബാങ്ക് വിവരങ്ങളോ ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങളോ നൽകുന്ന നിമിഷം തന്നെ അക്കൗണ്ടിലെ പണം മുഴുവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. മനുഷ്യന്റെ അത്യാഗ്രഹത്തെയും അശ്രദ്ധയെയും ഒരേ സമയം ചൂഷണം ചെയ്യുന്ന തന്ത്രമാണിത്. സൈബർ തട്ടിപ്പുകളുടെ ചരിത്രത്തിൽ മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള മാറ്റങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടെ ഉണ്ടായിരിക്കുന്നത്. ഡിജിറ്റൽ സ്വകാര്യത എന്ന സങ്കല്പത്തെ തന്നെ കാറ്റിൽ പറത്തുന്ന രീതിയിലാണ് തട്ടിപ്പുകാർ AI സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നത്. മുൻപൊക്കെ വ്യാജ ഇമെയിലുകളോ സന്ദേശങ്ങളോ വരുമ്പോൾ അതിലെ അക്ഷരത്തെറ്റുകൾ കൊണ്ടോ വാക്യഘടനയിലെ പിഴവുകൾ കൊണ്ടോ അവ എളുപ്പത്തിൽ തിരിച്ചറിയാമായിരുന്നു. എന്നാൽ ഇന്ന് AIയുടെ സഹായത്തോടെ തികച്ചും ഔദ്യോഗികമെന്ന് തോന്നിക്കുന്ന വ്യാകരണ പിഴവുകളില്ലാത്ത സന്ദേശങ്ങൾ നിർമ്മിക്കാൻ തട്ടിപ്പുകാർക്ക് നിഷ്പ്രയാസം സാധിക്കുന്നു. അതിലും ഭയാനകമായ വസ്തുത ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വീഡിയോ വോയിസ് കോളുകളാണ്. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ട്രാവൽ ഏജന്റിന്റെയോ അല്ലെങ്കിൽ ബാങ്ക് ഉദ്യോഗസ്ഥന്റെയോ ശബ്ദവും രൂപവും കൃത്രിമമായി സൃഷ്ടിച്ച് നിങ്ങളെ ബന്ധപ്പെടുമ്പോൾ സംശയത്തിന്റെ ഒരു കണിക പോലും അവശേഷിപ്പിക്കാതെ നിങ്ങൾ അവർക്ക് മുന്നിൽ കീഴടങ്ങുന്നു. UAE സൈബർ സുരക്ഷാ കൗൺസിലിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ പ്രതിസന്ധിയുടെ യഥാർത്ഥ ചിത്രം വ്യക്തമാകും. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സൈബർ കുറ്റകൃത്യങ്ങളിൽ 75% നടക്കുന്നത് വ്യാജ ഇമെയിലിലൂടെയും മെസ്സേജുകളിലൂടെയുമാണ്. ആഗോളതലത്തിൽ പ്രതിദിനം ഏകദേശം 3.5 ബില്യൺ വ്യാജ സന്ദേശങ്ങളാണ് തട്ടിപ്പുകാർ ആളുകളിലേക്ക് എത്തിക്കുന്നത്. ഇതിലേറ്റവും ഞെട്ടിക്കുന്ന വസ്തുത എന്തെന്നാൽ നിലവിൽ നടക്കുന്ന തട്ടിപ്പുകളിൽ 90%വും AI അധിഷ്ഠിതമാണ് എന്നതാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം UAE-യിൽ 40,000-ലധികം താമസക്കാരാണ് ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയായത്. ദശലക്ഷക്കണക്കിന് ഡോളറാണ് ഇത്തരത്തിൽ പ്രവാസികൾക്ക് നഷ്ടമായിട്ടുള്ളത്. ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളിലേക്കല്ല, മറിച്ച് വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന വലിയൊരു സാങ്കേതിക മാഫിയയിലേക്കാണ്. സാങ്കേതിക വിദ്യ എത്രത്തോളം വളരുന്നുവോ അത്രത്തോളം തന്നെ നമ്മുടെ ജാഗ്രതയും വർദ്ധിക്കേണ്ടതുണ്ട്. ഏതൊരു ഓഫർ കാണുമ്പോഴും അത് വിശ്വസിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിച്ച് ഉറപ്പുവരുത്തുക എന്നതാണ് പ്രാഥമികമായി ചെയ്യേണ്ടത്. SMS ആയോ വാട്സാപ്പ് വഴിയോ വരുന്ന അപരിചിതമായ ലിങ്കുകളിൽ ഒരിക്കലും ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഓൺലൈൻ പണമിടപാടുകൾ നടത്തുമ്പോൾ സുരക്ഷിതമായ പേയ്മെന്റ് ഗേറ്റ്വേകളാണോ ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പാക്കുക. ബാങ്കിംഗ് സംബന്ധമായ പാസ്വേഡുകളോ OTPകളോ യാതൊരു കാരണവശാലും മറ്റൊരാളുമായി പങ്കുവെക്കരുത്. നിങ്ങളുടെ ഡിജിറ്റൽ ഐഡന്റിറ്റി നിങ്ങളുടെ സ്വന്തം അസ്തിത്വം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. മണലാരണ്യത്തിലെ വേനൽക്കാലം എപ്പോഴും കഠിനമാണ്. എന്നാൽ ആ കഠിനത അതിന്റെ പൂർണ്ണമായ രൗദ്രഭാവത്തിലെത്തുന്ന ഒരു പ്രത്യേക കാലയളവുണ്ട്. സൗദി അറേബ്യയിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളും ജ്യോതിശാസ്ത്ര വിദഗ്ധരും നൽകുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജ്യം ഇപ്പോൾ ആ തീവ്രമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ്. ജംറത്തുൽ ഖൈദ് എന്ന് പ്രാദേശികമായി വിളിക്കപ്പെടുന്ന വർഷത്തിലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്ന കൊടും ചൂടിന്റെ നാളുകൾക്ക് സൗദി അറേബ്യയിൽ ഔദ്യോഗികമായി തുടക്കമായിരിക്കുകയാണ്. ജൂലൈ പകുതിയോടെ ആരംഭിച്ച് ഓഗസ്റ്റ് ആദ്യവാരം വരെ നീണ്ടു നിൽക്കുന്ന ഈ കാലയളവ് കേവലം ഒരു കാലാവസ്ഥാ മാറ്റം എന്നതിലുപരി പ്രകൃതിയുടെയും മനുഷ്യ ജീവിതത്തിന്റെയും പല സവിശേഷതകളുമായും ഇഴചേർന്ന് കിടക്കുന്ന ഒന്നാണ്.
ലക്ഷക്കണക്കിന് പ്രവാസികൾ ഉൾപ്പെടെയുള്ള ജനസമൂഹം ഈ ദിവസങ്ങളിൽ തങ്ങളുടെ ദൈനംദിന ജീവിതചര്യകളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ നിർബന്ധിതരാകുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. എന്താണ് ജംറത്തുൽ ഖൈദ് എന്നും ഈ പ്രതിഭാസം രാജ്യത്തെ കാലാവസ്ഥയെയും കാർഷിക മേഖലയെയും മനുഷ്യന്റെ ആരോഗ്യത്തെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നുവെന്നും നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. ആധുനിക കാലാവസ്ഥാ ശാസ്ത്രം വികസിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അറേബ്യൻ ജനത നക്ഷത്രങ്ങളുടെ ഗതി നിരീക്ഷിച്ച് കാലാവസ്ഥാ മാറ്റങ്ങൾ പ്രവചിച്ചിരുന്നു. ഈ പൗരാണിക ജ്യോതിശാസ്ത്ര കണക്കുകൂട്ടൽ പ്രകാരം അൽ ഹന ആ എന്ന ജ്യോതിശാസ്ത്ര പ്രതിഭാസവുമായി ചേർന്നാണ് ജംറത്തുൽ ഖൈദ് ആരംഭിക്കുന്നത്. ജെമിനി നക്ഷത്ര സമൂഹത്തിന്റെ അഥവാ മിഥുന രാശിയുടെ വിഹായസിലെ രണ്ടാം ഘട്ടമായാണ് അൽ ഹന അറിയപ്പെടുന്നത്. അറേബ്യൻ വേനൽക്കാലത്തെ പ്രധാനപ്പെട്ട 4ാമത്തെ നക്ഷത്ര സമൂഹ ഘട്ടമാണിത്. ആഫാഖ് ആസ്ട്രോണമിക്കൽ സയൻസ് സൊസൈറ്റിയിലെ വിദഗ്ധനായ ബർജാസ് അൽ ഫുലൈഹ് വ്യക്തമാക്കുന്നത് പ്രകാരം കേവലം 13 ദിവസമാണ് ഈ പ്രത്യേക ജ്യോതിശാസ്ത്ര ഘട്ടത്തിന്റെ ദൈർഘ്യമെങ്കിലും ഇതിന്റെ പ്രത്യാഘാതമായി ഉണ്ടാകുന്ന ചുട്ടുപൊള്ളുന്ന ചൂട് ഓഗസ്റ്റ് മാസത്തിന്റെ പകുതിയോളം നീണ്ടു നിൽക്കും. ഭൂമിയുടെ ഭ്രമണവും അറേബ്യൻ ഉപദ്വീപിന് മുകളിലെ സൂര്യന്റെ സ്ഥാനവും ഈ ദിവസങ്ങളിൽ നേരിട്ടുള്ളതും അതിതീവ്രവുമായ ചൂട് ഭൂമിയിലേക്ക് പ്രസരിപ്പിക്കാൻ കാരണമാകുന്നു. രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും താപനില വാർഷിക ശരാശരിയുടെ പരമാവധി പരിധിയിലേക്ക് കുതിച്ചുവരുന്ന ദിവസങ്ങളാണിത്. ഈ കാലയളവിൽ രേഖപ്പെടുത്തുന്ന ഉയർന്ന താപനില മാത്രമല്ല മനുഷ്യരെ വലയ്ക്കുന്നത്, മറിച്ച് അന്തരീക്ഷത്തിലുണ്ടാകുന്ന സങ്കീർണമായ മാറ്റങ്ങൾ കൂടിയാണ്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അനുസരിച്ച് സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ചൂട് പല രീതിയിലാണ് അനുഭവപ്പെടുക. മധ്യ സൗദിയിലെ റിയാദ് പോലെയുള്ള കരഭാഗങ്ങളിൽ ഈർപ്പമില്ലാത്ത വരണ്ട ചൂടാണ് അനുഭവപ്പെടുക. എന്നാൽ ജിദ്ദ, ദമാം തുടങ്ങിയ തീരദേശ നഗരങ്ങളെ കാത്തിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വെല്ലുവിളിയാണ്. ഇവിടെ ഉയർന്ന താപനിലയ്ക്കൊപ്പം അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് ഗണ്യമായി വർദ്ധിക്കുന്നു. അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിന്നുള്ള വിയർപ്പ് എളുപ്പത്തിൽ ബാഷ്പീകരിക്കപ്പെടാതെ വരികയും ഇത് ശരീരത്തിന്റെ സ്വാഭാവികമായ തണുപ്പിക്കൽ പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ അനുഭവപ്പെടുന്ന താപനില യഥാർത്ഥ താപനിലയേക്കാൾ വളരെ കൂടുതലായിരിക്കും. ഇതിനു പുറമെ സമൂം എന്നറിയപ്പെടുന്ന അതിശക്തമായ ഉഷ്ണക്കാറ്റ് വീശാനും ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ട്. കാലാവസ്ഥയിലെ ഈ വലിയ മാറ്റത്തെ ഭയത്തോടെയല്ല നാം സമീപിക്കേണ്ടത്, മറിച്ച് തികഞ്ഞ ശാസ്ത്രീയമായ അവബോധത്തോടെയും ആരോഗ്യപരമായ തയ്യാറെടുപ്പുകളോടെയുമാണ്. അറബ് നാടുകളിലെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച കാഴ്ചകളും വിശേഷങ്ങളുമായി അക്കരയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.